ഹലോ ഗൈസ്, അങ്ങനെ പ്ലക്കമ്മ യൂണിവേഴ്സ് വീണ്ടും ഇളകിയിട്ടുണ്ട്. പ്ലക്കമ്മ യൂണിവേഴ്സിന് എവിടെയെങ്കിലും ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ തലയിലോട്ട് കയറി ഉച്ചാൻ തലയിൽ കയറി ആറാടുകയാണ് അവരുടെ ഒരു സ്ഥിര പരിപാടി. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ലേഡി ബിഗ് ബോസ് ആണ്. ശാരിക KB ആണ്, ലാലേട്ടന്റെ KB ആണ്. അപ്പൊ പിന്നെ നമ്മളെ പറഞ്ഞാൽ, നമ്മളെ പേര് പറഞ്ഞാൽ, നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും മറുപടി കൊടുക്കും എന്നുള്ളതാണ്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പിന്നെ പ്ലക്കത്തിയോട് എനിക്ക് പറയാനുള്ളത്, പ്ലക്കത്തിക്ക് ധൈര്യമുണ്ടെങ്കിൽ, ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ പ്ലക്കത്തി എന്നെ നേരിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. പ്ലക്കത്തിയുടെ ഹോട്ട് സീറ്റിൽ ഞാനൊന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇരുന്ന് നോക്കാടി, അപ്പൊ അറിയാലോ. പിഴച്ച ജന്തു ആണ് നീ എന്നുള്ളതിന്റെ തെളിവാണ് ഒരു കാര്യമില്ലാതെ എന്റെ പേര് ചുമ്മാ അനാവശ്യമായിട്ട് പരാമർശിക്കുന്നത്. നീ എന്റെ ജീവിതത്തിലേക്ക് കുത്തിക്കയറുന്ന എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കാര്യത്തിനാണിത്. ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ട രോമാഞ്ചം നോക്കി. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. നീ പറയുന്ന വിരുദ്ധത ഒരു 100 വട്ടം പല മാധ്യമ പ്രവർത്തകരും പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് തെളിയിച്ച കാര്യമാണ്. ഒരു രസം, നമുക്കൊരു രസം വേണ്ടേ? പക്ഷെ നീ സമ്മതിച്ചു കൊടുക്കൂല. ഒരു വ്യക്തി ഒരു കാര്യം സമ്മതിച്ചില്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികം. അപ്പൊ എന്താണ് വിഷയം എന്നുള്ളതിന് പ്ലക്കത്തികളുടെ ഒരു ക്രിക്കറ്റ് പരിപാടി അങ്ങനെ എന്തോ ഒരു സാധനം അവർ നടത്തുന്നു. എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. ഇതിങ്ങനെ പൊക്കി പിടിച്ച് 4 വശത്തേക്കൊക്കെ നോക്കി നിലന്തല്ലി മാതിരി ഇടിച്ചിടിച്ചിടിച്ച് ദൂരേക്ക് നോക്കി കൈവീശി കാണിച്ച് അതിന്റെ ഒരു ലൈൻ അതാ. എന്തൊക്കെ വാഴകളാണോ എന്തോ എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ്? ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. അതിങ്ങനെ ഈ കയ്യിലേക്ക് ഇട്ട് ഇങ്ങനെ അമ്മാനൊക്കെ ഒന്ന് കളിച്ച് നന്നായിട്ടൊരു തുപ്പ് തുപ്പി ഫാനിന്റെ മുൻവശത്തും അതുപോലെ തന്നെ പുറകുവശത്തും കിട്ടും അതിന്റെ ഉരച്ച് വൃത്തികേടാക്കി അറപ്പ് തോന്നണം അവിടെ നിൽക്കുന്നവന്. അപ്പൊ അവൻ മാറിക്കോളും. നല്ല കളി അറിയാവുന്നവരുമാരെ കൊണ്ടുവന്നിട്ട് ആ കളിക്ക് ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഗായുസ്? അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ആക്ച്വലി ചെയ്യേണ്ട കളി അല്ലേ വേണ്ട, എന്തിനാ അത്രയൊന്നും പോണ്ട. അപ്പൊ പ്ലക്കത്തി യൂണിവേഴ്സിൽ നിന്ന് ആ പ്ലക്കത്തിക്ക് വേണ്ടി പ്ലക്കത്തികൾ സംസാരിക്കുന്ന ഒരു പ്ലക്കിംഗ് പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം. മകൻ ദുഷ്യത്തിന്റെ മകൻ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് ബിഗ് ബോസിന് മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. അവര് എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ അവർ ആരുടെയും പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. ചെല്ലപ്പൻ ചേട്ടാ ചായക്കടയിൽ എന്തുണ്ടു തിന്നാൻ, ഉച്ചക്കത്തെ ചോറും ചാറും ഉരുട്ടി പൊരിച്ചോരു കിടിലൻ ബോണ്ട തരാം. തങ്കപ്പൊരു ബോണ്ട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു, ബോണ്ടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കളികളായി ചിരികളായി വിളികളായി. ഓ, അപ്പൊ പിന്നെ ഞാൻ കൊണ്ടുവന്ന വീഡിയോസ് ഒക്കെ നുണയാണെന്നാണോ നീ പറയണേ? ഇപ്പോ ആ പറയുന്ന രതീഷ് എന്ന വ്യക്തി ഹിംസെൽഫ് വന്ന് പറഞ്ഞ കാര്യമാണ്. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, അതിനെതിരെ അയാൾ പരാതി കൊടുത്തിട്ടുണ്ട്. റേണുവെ വിളിക്കുന്നത് പൈസ ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നത്. ആ പൈസക്ക് ആവശ്യം മാത്രമേ ഇങ്ങനെ വിളിക്കാറുള്ളൂ, പൈസ ആവശ്യപ്പെട്ടാണ് മാത്രമേ വിളിക്കാറുള്ളൂ. ശരിക്കും കടമായിട്ട് പൈസ ചോദിക്കണോ അതോ ഒരു സഹായം എന്നുള്ള രീതിയിലാണോ? മുമ്പ് റിട്ടേൺ തരാമെന്നൊക്കെ പറഞ്ഞ് മേടിക്കും. പിന്നെ ഇനിയിപ്പോ ആരും എന്ന് പറയണം? അയാളുടെ മുഖം കാണിച്ച് വന്ന് പറയുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന്. ഇത് പോരാതെ നാലിയാംകുഴിയിൽ ഇവൾ താമസിച്ചിരുന്ന വീട്ടിന്റെ തൊട്ടടുത്തുള്ള യുവതിയാണ് എനിക്ക് വോയിസ് തന്നത്. അത് 1 ലക്ഷം രൂപയുടെ സംഗതിയാണ്. പിന്നെ ആ നാട്ടിലുള്ള മീൻ കച്ചവടക്കാർ തൊട്ട് പലവ്യഞ്ജന കച്ചവടക്കാർ തൊട്ട് സർവത്ര പേരും പറയുന്നുണ്ട് ഇവള് പൈസ കടം വാങ്ങി എന്ന്. അതേപോലെയുള്ള ഇറച്ചിക്കടയിലും മീൻകടയിലും പച്ചക്കറിയിലും എല്ലാം ഓൻ മേടിച്ച് പൈസ കൊടുക്കാൻ കിടക്കുക. ഈ ഇവള് വലിയ കൊമ്പത്തെ ആണെന്ന് പറഞ്ഞിട്ട് ഇവക്ക് ആ പൈസ ഇവക്ക് കടം വീട്ടാൻ വരെ മേടിച്ച് തിന്ന പൈസയല്ലേ. ഇതിന്റെ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ, അതായത് ഇപ്പൊ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ അയൽപക്കത്ത് താമസിക്കുന്ന ബിഷപ്പ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ പോയിട്ട് അവർ വാടക കുടിശ്ശിക തന്നിട്ടില്ല, അതൊന്ന് വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ കിടക്കുന്ന കുഴിയിൽ കിടക്കുന്ന, അതായത് ഇവള് കൊണ്ട് ഒരു പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നില്ലേ, അങ്ങേരോട് പോയി ചോദിച്ചോ എന്ന് ഇവള് ദാഷ്ട്യത്തോടു കൂടി പറയുന്ന വീഡിയോസ് പബ്ലിക്ക് കിടക്കുന്നുണ്ട്. എന്നിട്ടും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പ്രത്യേകതരം സാധനം. സമ്മതിച്ചടി പ്ലക്കത്തി, സമ്മതിച്ച്. അവർ അന്തസ്സായിട്ട് അവർ പണിയെടുത്ത് ജീവിക്കാൻ, നേരത്തെ പറഞ്ഞിട്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിയാണ്, അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ആ അന്തസ്സായ പണി എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം, ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒന്ന് ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ.
പ്ലക്കിങ്ങിന് പോകുന്നതിനാണോ നീ പറയുന്നത്? നമ്മൾ ട്രക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ വെൽഡിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, അതേപോലെ റബ്ബർ ടാപ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു തരം പ്രത്യേകതരം പ്ലക്കിംഗ് ആണല്ലോ. അതൊരു അന്തസ്സുള്ള പരിപാടിയാണോ? ചിലപ്പം അത്തരം പ്ലക്കിങ്ങിൽ കൂടെ ജനിച്ച, പ്ലക്കിംഗ് പരിപാടി കണ്ടു വളർന്ന, പ്ലക്കിംഗ് സൊസൈറ്റിയിൽ ജീവിച്ച ആ പ്ലക്കിംഗ് തള്ളക്കുണ്ടായ മകളായതുകൊണ്ടായിരിക്കും നിനക്കത് അന്തസ്സുള്ള പണിയെന്ന് നിനക്ക് തോന്നിയത്, അല്ലേ പ്ലക്കമ്മേ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ആയിരിക്കും. അവരെന്തിനാണ് പറയാണെന്ന് ശല്യപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതം ഇങ്ങനെ അവര് ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാറില്ല. ചൂടാവത്തില്ലേ? ഹോട്ട് സീറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാവേണ്ട ഒരു സീറ്റ് തന്നെയാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. അവരുടെ പെർമിഷനോടുകൂടെയാണ് നമ്മൾ അതിനകത്ത് ഇരുത്തുന്നത്, അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്നൊരു സാധനമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കണം. അതുകൊണ്ടാണ് താങ്കളെ ആൾക്കാർ അംഗീകരിക്കുന്നത്. ഈ കമന്റ് അടിച്ചിരിക്കുന്നവര് മുഴുവൻ രേണുസുതിയെ പൊക്കി തോളത്ത് വെച്ചിരിക്കുക. ഇപ്പൊ വലിച്ചവർ ചാണകക്കുഴിയിലേക്ക് എറിയും. നിങ്ങൾ ഈ പരിപാടി എന്നെ ഇവിടെ കൊണ്ടിരുന്നത് ഈ ആങ്കറിനെ നിങ്ങൾ വെളുപ്പിക്കാനാണോ അതോ എന്നോട് ചോദ്യം ചോദിക്കാനാണോ? എനിക്ക് അറിയത്തില്ല, ഇത് എന്നെ സംഭവം അറിയത്തില്ല. രേണുവിന് ഹോട്ട് സീറ്റ് പേടിയല്ലേ? ശരിക്കും വിയർത്തല്ലോ, നല്ല പോലെ പേടിച്ചല്ലോ. അഭിനയമല്ലേ? എന്തുവാ ശാരിക പറയുന്നത്? ശാരിക ഒരു കാര്യം, ഇവിടെ വന്നിരിക്കും, ഞാൻ അവിടെ ഇരിക്കും. ഷഫീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊന്നും പറയാനില്ല. പുതിയ തീപ്പൊരി പറക്കും. ഷെഫീന എന്താണെന്ന് നിനക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് തന്നില്ലേ? നീ അതുപോലെ നിന്റെ അഡ്രസ്സ് ഒന്ന് താ, ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. നിനക്ക് ധൈര്യമുണ്ട് അതിന്റെ അഡ്രസ്സ് ഒന്ന് തരാൻ? ഷെഫീന എന്തെന്ന് പോയി അന്വേഷിക്കടി. നീ കുറച്ചു നേരത്തെ മുമ്പ് പറഞ്ഞെന്താണ്, മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ പെർമിഷൻ എടുക്കണമെന്ന്. നീ എന്നെ പറ്റി അപരാധം പറയാൻ പെർമിഷൻ എടുത്തായിരുന്നു? അവിടെ കാട്ടും എടി കുക്കു മോളെ, എടി പ്ലക്കത്തി, ഇനി ഒരു പ്രാവശ്യം കൂടെ നീ എന്നെ പറ്റി മോശമായിട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്നറിഞ്ഞാൽ ഞാൻ പോലീസുകാരോടും കൂടി പറയണേ, ഈ നാറിയെ ഞാൻ കണ്ടെടുത്തിട്ട് തച്ച് ഞാൻ തീർക്കും, മനസ്സിലായി? ഇവിടെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, ഒരു തർക്കവും ഇല്ല. ഒരു കാര്യമില്ലാതെയാണ് എന്നെ ഇതിനകത്തേക്ക് വലിച്ചെടുത്തത്. ഞാൻ അന്ന് വീഡിയോ ചെയ്യുകയാണ്, എനിക്ക് ഇനി ഈ വിഷയവുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യം, ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന്. പിറ്റേന്ന് വിളിന്നുകൊണ്ട് പ്ലക്കത്തി എന്തൊക്കെ വൃത്തികേടുകളാണ് എന്നെ പറ്റി പറഞ്ഞത്. എന്റെ ഊനം പറഞ്ഞതോ പോട്ടെ, എന്റെ ഭർത്താവ്, എനിക്ക് 5-6 ഭർത്താവുണ്ട്, പ്ലക്കത്തിയെ പോലെയാണെന്ന് വിചാരിച്ച എടി വിട്ടില്ലേ? ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. നിന്റെ തള്ളയും നീ നാട് നീളെ മാപ്പിളയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിച്ചോ. എന്താടി നിന്റെ കൂടെ ഉള്ളവൻ ഇല്ലാണ്ട് പോയത്? എന്തുകൊണ്ട് അവൻ കളഞ്ഞിട്ട് പോയത്? നിന്റെ പ്ലക്കിംഗ് വീരത കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഒരുത്തൻ അടങ്ങാതെ നീ ഇങ്ങനെ നടക്കുന്നത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതിനെപ്പറ്റി നിനക്ക് എന്താ അഭിപ്രായം? നിന്റെ പേഴ്സണൽ ലൈഫ് എന്തെങ്കിലും ഞാൻ ഇതുവരെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ എന്റെ പേഴ്സണൽ ലൈഫ് എടുത്തു വെച്ച് പറയുന്നത് എന്താണ്? ഇതാണോ മാധ്യമ പ്രവർത്തനം? എടി, നീ ബിഗ് ബോസിൽ പോയ ഉടനെ നീ എന്തോ ആയെന്ന് നീ വിചാരിച്ചാ? നമ്മൾ കണ്ടതാണ് നിന്റെ പ്ലക്കത്തരം എന്താണെന്നുള്ളത്. നിങ്ങൾ കയറിയിട്ട് ഇന്നേ വരെ സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല, ഇന്നലെ വൈകുന്നേരം ഒഴിച്ച്. അഡ്ജസ്റ്റ്മെന്റിന്റെ കുഴപ്പം കണ്ടോ? ലക്ഷറി ലൈഫ്. രാവിലെ 10 മണിക്ക് കിട്ടണത് ഉച്ചയ്ക്ക് 1 മണിക്ക് കിട്ടുക, 1 മണിക്ക് കിട്ടുക രാത്രി 10 മണിക്ക് കിട്ടുക. അതാണോ ലക്ഷറി ലൈഫ്? ഉപ്പ് കോരിട്ടിട്ട് കൊടുക്കുക, പഞ്ചസാര കൂട്ടി കൊടുക്കുക. അയ്യ, ഭയങ്കര കിച്ചണ്ടി. നീ ആ പെണ്ണിന് വേണ്ടിയിട്ട് നീ സംസാരിക്കേണ്ട കാര്യം എന്താ? അവൾക്ക് പറയാനുള്ളത് അവള് പറയട്ടെ, അതല്ലേ ന്യായം? നീ ഏജന്റ് ആയതുകൊണ്ടാണോ? അത് നമുക്ക് തോന്നുന്നുണ്ട് നീ ഏജന്റ് ആണോ. നീ ഏജന്റ് ആയതുകൊണ്ടായിരിക്കാം. ഏടി ഇവരെ ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടി പറയും? ഇനി നമുക്ക് പ്ലക്കമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. ആ പ്ലക്കമ്മ പറഞ്ഞു തീർന്നല്ല, ഏജന്റ് പറഞ്ഞു തീർന്ന സ്ഥിതിക്ക് ഇനി മാടം പറയണത് കേൾക്കാം. ചേച്ചിയുടെ ചാറ്റാന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മ പോലും ഇല്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. എന്നിട്ട് ചേച്ചി അതിനൊരു പ്രതികരണം പറഞ്ഞിട്ട് അത് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഓർക്കുന്ന പോലുമില്ല. ഞങ്ങൾക്ക് മുക്കാറ വന്നു കഴിഞ്ഞാൽ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. പക്ഷെ അതുപോലും പലരും വളച്ചൊടിച്ച് ചേച്ചിക്ക് നെഗറ്റീവ് ആക്കുന്നു, ഈ പ്രത്യേകിച്ച് ഷെഫീന എന്ന് പറയുന്നത്. ലൈംഗിക ചുവ എവിടെയാണ്? പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിപ്പോ ട്രോൾ ആയി കേട്ടോ. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ചായ കുടിക്കാൻ പോകണം. അതെ, ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ ഇപ്പൊ ചായ കുടിക്കണമെങ്കിൽ ഞാൻ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയാം. എന്താ പ്രശ്നം? താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ
ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. അതുപോലെ ചേച്ചിയുടെ മാനേജർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ് മോശം. എൻ്റെ കരിഷ്മ, എൻ്റെ മാനേജർ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് അവർ. അപ്പൊ ശരി, ഇതിനകത്ത് ലൈംഗിക ചുവ എവിടെയാണെന്നാണ് പുള്ളിക്കാരത്തിന്റെ ചോദ്യം. ആ ചോദ്യം വളരെ റെലവെന്റ് ആണ്. ദ ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സച്ച് ഇൻ കേസ് ആ പോട്ട് ഇംഗ്ലീഷ് ഒന്നും പറയണ്ട, മലയാളത്തിൽ തന്നെ പറയാം. ഈ കാണുന്ന പിക്ചർ എന്താണ്, ഈ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ ഇവര് ആ പറഞ്ഞ വ്യക്തിക്ക് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ് ഇത്. അയച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തതിന്റെ തെളിവ് ഞാൻ ഇപ്പുറത്ത് വയ്ക്കും. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ്? ഇതിനകത്ത് എന്താണ് ഈ കാണിക്കുന്നത്? ഈ ക്രീം ഇടുന്നത് എന്താണ് കാണിക്കുന്നത്? നീ നിന്റെ ക്ഷാമത്തിൽ ക്രീം ഇടുന്നത് അയാളെ കാണിക്കേണ്ട കാര്യം എന്താണ്? അതെന്തിനാണ് ആ ക്രീമൊക്കെ ഇട്ട് ആ ഒരു സംഗതി നീ എടുത്ത് സബ്സ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്? അതെന്തിനാണ്? എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി. അറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി. കാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി.